ഇനി യൂട്യൂബിൽ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോവും നമ്മുടെ ലാംഗ്വേജിൽ സബ്ടൈറ്റിലോട് കൂടി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. യൂട്യൂബിൽ പല ലാംഗ്വേജിൽ നമ്മൾ വീഡിയോസ് കാണുന്നവരാണ്, മൂവീസ് കാണുന്നവരുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അതൊക്കെ പല ലാംഗ്വേജിലായിരിക്കും. എന്നാൽ അവരുടെ ലാംഗ്വേജിൽ പറയുന്നത് നമ്മുടെ ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കും എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരമാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് താഴെ ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നാറ്റീവ് ലാംഗ്വേജ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് സബ്ടൈറ്റിൽ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാണ്. ഇവിടെ മലയാളം ഉണ്ട്. മലയാളം ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. മലയാളം സെലക്ട് ചെയ്തു. ഇനി ഏത് ഭാഷയിലുള്ള വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് മലയാളം സബ്ടൈറ്റിൽ വേണ്ടത്? ഇവിടെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അതർ ലാംഗ്വേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇംഗ്ലീഷിലുള്ള വീഡിയോ കാണുമ്പോൾ മലയാളത്തിൽ സബ്ടൈറ്റിൽ വരണം. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ശരി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയും ശരി എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു ഡെമോ വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് സബ്ടൈറ്റിൽ വരുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഡെമോ വീഡിയോ. അത് കാണേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പൺ ആകുമ്പോൾ അതൊന്ന് പൗസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഞാനിപ്പം ബാക്ക് വരികയാണ്. വീണ്ടും ഒന്നുകൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടം പോലെ വീഡിയോ ഇവിടെ നമുക്ക് യൂട്യൂബ് കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഇവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ബാർ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിലുള്ള ഒരു ക്ലാസ്. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത്. ഞാനത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇതുപോലെ ശരി എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കൃത്യമായിട്ടും ഇവിടെ മലയാളത്തിൽ സബ്ടൈറ്റിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്ത ലാംഗ്വേജിലുള്ള വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ സബ്ടൈറ്റിലോട് കൂടി കണ്ട് ആസ്വദിക്കാനും അവരെന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.